തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. 6 വരിപ്പാതയിൽ കക്കാട്ട കംഫർട്ട് സ്റ്റേഷൻ തുറന്നു. ഭിന്നശേഷി സൗഹൃദമല്ലെന്നും യൂറോപ്യൻ ക്ലോസറ്റ് പോലുമില്ലെന്നും തുടങ്ങി പരാതികൾ ഏറെ. പുതിയ 6 വരിപ്പാതയിൽ ദേശീയപാത അതോറിറ്റി നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷൻ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. കക്കാട് കരമ്പിൽ പ്രദേശത്താണ് കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. പുറം നാടുകളിൽ നിന്നും വരുന്ന ലോറികൾ നിർത്താനുള്ള സ്ഥലവും ഇതോടൊപ്പമുണ്ട്. ശുചിമുറി സൗകര്യത്തിന് പുറമെ കുടിവെള്ളവും ഇവിടെ ലഭ്യമാണ്. പുരുഷന്മാർക്ക് 3 ശുചിമുറികളും സ്ത്രീകൾക്ക് 2 ശുചിമുറികളുമാണുള്ളത്. എന്നാൽ യൂറോപ്യൻ ക്ലോസറ്റ് ഇല്ലാത്ത സാധാരണ ശുചിമുറികളാണ് നിർമ്മിച്ചത്. ഇത് ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും അസൗകര്യമാണെന്നും കംഫർട്ട് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലാൻ പടികൾ നിർമ്മിച്ചതും റോഡിന്റെ പടിഞ്ഞാറു ഭാഗത്തായി കംഫർട്ട് സ്റ്റേഷനുള്ളതും ദേശീയപാതയിൽ നിന്നുള്ള വാഹനങ്ങൾ ഇവിടേക്ക് വരാനും അസൗകര്യങ്ങൾ ഏറെയെന്ന് പൊതുപ്രവർത്തകനായ കക്കാട് കരമ്പിൽ സ്വദേശി TP ഇമ്രാൻ അധികൃതർക്ക് പരാതി നൽകി. പുതിയ 6 വരിപ്പാത മലപ്പുറം ജില്ലയിലൂടെ കടന്നു പോകുന്ന 6 വരിപ്പാതയിലെ വിശ്രമ കേന്ദ്രങ്ങളിലെ ഒരു വിശ്രമ കേന്ദ്രമാണ് കരിമ്പിൽ. ഈ കരിമ്പിൽ ദേശീയപാത അതോറിറ്റി നിർമ്മിച്ച പബ്ലിക് ടോയ്ലറ്റ് ഭിന്നശേഷിക്കാരെ പൂർണ്ണമായിട്ടും അവഗണിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ കാസി ഫൗണ്ടേഷൻ വരെ മഹല്ലുകൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഭിന്നശേഷിക്കാരെ പ്രയാസം പരിഗണിച്ച് അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കണമെങ്കിൽ പുതിയതായി വരുന്ന ആരാധനാലയങ്ങളൊക്കെ എന്നുള്ളത്. ആ സാഹചര്യത്തിലാണ് ദേശീയപാത അതോറിറ്റി തന്നെ നമ്മുടെ നാട്ടിലൂടെ പോകുന്ന പുതിയ 6 വരിപ്പാതയുടെ പബ്ലിക് ടോയ്ലറ്റ് ഭിന്നശേഷിക്കാരെ പൂർണ്ണമായും അവഗണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീർഘദൂര യാത്രക്കാർ ഇതിലൂടെ പോകുന്നതാണ്. ഇത് ഭിന്നശേഷിക്കാർ മാത്രമല്ല, പ്രായമായ ആളുകൾ, രോഗികൾ അവരൊക്കെ ബാധിക്കുന്നതാണ്. ഒരൊറ്റ യൂറോപ്യൻ ക്ലോസറ്റ് പോലും വെച്ചിട്ടില്ല, റാമ്പോ മറ്റു സൗകര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇത് ദേശീയപാത അതോറിറ്റിയുടെ നിരുത്തരവാദിത്തമാണ് ഇത് കാണിക്കുന്നത്. ഇത് പുതുക്കി പണിയണം, അതായത് ഭിന്നശേഷി സൗഹൃദമാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കംഫർട്ട് സ്റ്റേഷൻ എത്തുന്നതിന് മുൻപ് ദേശീയപാതയിൽ നിന്ന് വാഹനങ്ങൾ ഇറങ്ങാനുള്ള സൗകര്യത്തിനു പകരം കയറാനുള്ള സംവിധാനമാണുള്ളത്. ഇതിനാൽ തൃശൂർ ഭാഗത്തു നിന്നുള്ള ലോറികളും മറ്റും വെന്നിയൂരിൽ ദേശീയപാതയിലിറങ്ങി സർവീസ് റോഡ് വഴിയും കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ കാച്ചടിയിൽ സർവീസ് റോഡിലിറങ്ങി അടിപ്പാത വഴി കംഫർട്ട് സ്റ്റേഷനിലേക്ക് വരുന്നതും സാഹചര്യവശാൽ ബുദ്ധിമുട്ടാണെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് ഈ സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.